കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിന്റെ 10-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. 2 Corinthians chapter 10 verse 3. ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങള് ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ജഡപ്രകാരം സഞ്ചരിക്കുന്നവർ, അതായത് ഞങ്ങൾ ഈ പൗലോസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, പൗലോസ് പല ദേശങ്ങളിൽ യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. നമുക്കറിയാം യേശു പല ദേശങ്ങളിൽ യാത്ര ചെയ്തു മിനിസ്റ്റർ ചെയ്തു. പക്ഷെ പൗലോസ് നമുക്കെന്നറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ റോമിലും അവിടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുമെല്ലാം വളരെയധികം യാത്ര ചെയ്തു. ഒരുപാട് തവണ കപ്പൽ യാത്രയെക്കുറിച്ച് പൗലോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം, അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം യാത്രകൾ ചെയ്യുകയും സുവിശേഷത്തിനു വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും പോവുകയും ചെയ്ത വ്യക്തിയാണ് പൗലോസ്. അപ്പൊ പൗലോസ് യാത്ര ചെയ്തതെല്ലാം ശരീരം കൊണ്ടാണ്. ഞങ്ങള് ജഡപ്രകാരം സഞ്ചരിക്കുന്നവർ, ജഡപ്രകാരമാണ് സഞ്ചരിച്ചത്. എല്ലായിടത്തും യാത്ര ചെയ്യുന്ന ജഡപ്രകാരം. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നത്, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുന്നതെല്ലാം ജഡപ്രകാരം. പക്ഷെ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല. ഞങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾ ജഡപ്രകാരം യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ല. അവിടെ എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? അതായത് ഞാൻ യാത്ര ചെയ്യുന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാന് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ കണക്ക് കൂട്ടുന്നത് പേനയും ബുക്കും എടുത്തിട്ടല്ല, കമ്പ്യൂട്ടർ സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഞാൻ എൻ്റെ കണക്കുകൾ കൂട്ടുക. ഞാനതിൻ്റെ എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ശരീരാധ്വാനം, കായികാധ്വാനം അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. എൻ്റെ എന്താ പറയുക, എനിക്കുള്ളൊരു ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യും. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ യാത്രകൾക്കൊക്കെ ശരീരം ഉപയോഗിക്കുന്നെങ്കിലും എനിക്ക് എപ്പോഴാണോ റെസ്ലിംഗ്, പോരാടേണ്ടി വരുന്നത്, ഞാൻ അപ്പോൾ ശരീരം കൊണ്ടല്ല ഞാൻ പോരാടുന്നത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കാരണം എന്താണെന്നറിയാവോ? ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് ഫിസിക്കലിയാണ്, കാരണം അത് അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ എൻ്റെ ശുശ്രൂഷ ഞാൻ ജഡപ്രകാരം ചെയ്ത തോക്കും. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പൊ ഇവിടെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഞങ്ങൾ ജഡപ്രകാരം പോരാടാത്തതിന് കാരണം എന്താ? ഞങ്ങൾക്ക് ജഡപ്രകാരമുള്ള ആയുധം ഞങ്ങളുടെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ജഡപ്രകാരമുള്ള ആയുധമില്ല. ജഡപ്രകാരം സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ ജഡപ്രകാരം പോരാടാനുള്ള ആയുധം എൻ്റെ കയ്യിലില്ല. അപ്പൊ അങ്ങനെ ജഡപ്രകാരം പോരാടാനായിട്ട് ആയുധം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, ജഡപ്രകാരവുമല്ല. ഞങ്ങൾക്കൊരു കാര്യം നന്നായിട്ടറിയാം, ഞങ്ങൾ ജഡപ്രകാരം ഈ വിഷയത്തെ കൈകാര്യം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെടും. കാരണം ഞങ്ങളെ എക്വിപ്പ് ചെയ്തിരിക്കും, ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കും, ഞങ്ങളെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് ജഡപ്രകാരം യുദ്ധം ചെയ്യത്തക്ക ആ ഒരു നിലവാരത്തിലല്ല, ആത്മപ്രകാരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അടുത്ത വാക്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഞാനിത് ജസ്റ്റ് 2 വാക്യങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ ഈ 5-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഞങ്ങൾ ചിലതിനെ പിടിച്ചടക്കുന്ന രാത്രിയാണ്. അത് പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങിയേ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? രാത്രിയിൽ ചിലതിനെ പിടിച്ചടക്കാൻ പോവാ. എന്ത് ചെയ്യാൻ പോവാ? ചിലതിനെ പിടിച്ചടക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ
ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ റെഡി ആയിക്കോ. നമ്മൾ ഇന്ന് രാത്രി ചിലതിനെ പിടിച്ചടക്കാം. എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്? ചില പ്രതിസന്ധികളെ ഇന്ന് രാത്രി പിടിച്ചടക്കാൻ പോവുക. ചില പ്രതികൂലങ്ങളെ വർഷങ്ങളായിട്ട് നിങ്ങളുടെ അനുഗ്രഹത്തിന്, നിങ്ങളുടെ നന്മയ്ക്കും, നിങ്ങളുടെ ഉയർച്ചയ്ക്കും, നിങ്ങളുടെ സ്വസ്ഥതയ്ക്കും വിരോധമായി നിന്ന ചിലതിനെ പിടിച്ചടക്കാൻ പോവുക. ഇന്ന് രാത്രി അത് സംഭവിക്കാൻ പോകും. ഇന്ന് രാത്രി ഇത് സംഭവിക്കാൻ പോവാ. എങ്ങനെയാണെന്നറിയാമോ? വചനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, ഞങ്ങൾ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ഞങ്ങൾ പിടിച്ചടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ പിടിച്ചടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആത്മാവിനാൽ. ഹല്ലേലൂയ, നിങ്ങൾ ആത്മാവിനാൽ പിടിച്ചടക്കും. അപ്പൊ ഞാൻ അതിന് ചില ഉദാഹരണങ്ങളെ പറയാം. യേശുവില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം. എരിഹോ മതിലിലേക്ക് അവർ ചെന്നു. എരിഹോ പട്ടണത്തിലേക്ക് അവർ ചെന്നു. എരിഹോ പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കയറിപ്പോരുത്, കയറിയ വിവരം അറിയുന്നു പറഞ്ഞു. കയറാൻ പറ്റത്തില്ല, അവിടെ കയറരുത്. അപ്പം യോശുവയൊക്കെ കൂടെ പറഞ്ഞില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ അതിന് ചുറ്റും കറങ്ങാൻ പോകും. അവര് ചുറ്റും കറങ്ങി ആരാധിച്ചു. അവര് ആർത്തു വിളിച്ചപ്പോ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. അവരകത്ത് കയറി. എരിഹോ മതിൽ ഇടിഞ്ഞു വീണു, അവരകത്ത് കയറി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചേ? അവിടെ സംഭവിച്ച കാര്യം, അവിടെ നിന്ന ഭൗതികമായ കോട്ടയെ, കാണത്തക്കവണ്ണമുള്ള കോട്ടയെ കാണത്തക്കവണ്ണമല്ലാത്ത അഭിഷേകത്താൽ ജയിച്ചു. അഭിഷേകത്തെ കാണാനൊന്നും പറ്റത്തില്ല, പക്ഷെ അഭിഷേകം കൊണ്ട് അതിനെ ഇടിച്ച് അവരകത്ത് കയറി. അവരകത്ത് കയറി അവിടെ ചെന്ന് കൊള്ളയിട്ടു. അവിടെ നിന്ന് എന്തെല്ലാമോ എടുത്തു മാറ്റി എന്നൊക്കെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഇപ്പൊ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിച്ചാൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വിഷയം പറയാനായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം പറയാം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ പോയി. ഒരിക്കല് യേശു ശമരിയ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ചെന്നപ്പം അവർ പറഞ്ഞു, ഇതിലൂടെ പോകരുത്, കാരണം ഇവൻ യെരൂശലേമിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. അപ്പം യാക്കോബ് യോഹന്നാനും വന്ന് പറഞ്ഞു, കർത്താവ് തീ ഇറക്കി ഇവരെ കൊന്നുകളാം. കർത്താവ് പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യരുത്. അപ്പൊ ശമരിയയിലേക്ക് ഒരിക്കൽ യേശു പോയപ്പം തടഞ്ഞവരാണ് ഇവര്. പക്ഷേ നമുക്കറിയാം, ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഫിലിപ്പോസ് ശമരിയയിലേക്ക് ചെന്നപ്പോൾ ആ ദേശത്ത് ശിമയോൻ എന്ന് പറയുന്ന ഒരു വലിയ ജ്ഞാനമുള്ള ആള് ദേശത്ത് മുഴുവൻ വാഴുക. പക്ഷെ അവിടെ ഫിലിപ്പോസ് അങ്ങോട്ട് ചെന്നപ്പോ ആത്മാവിന്റെ ശക്തിയോടെ അങ്ങോട്ട് ചെല്ലുന്നു. ആത്മാവിന്റെ ശക്തിയോടെ അവിടെ ചെന്നപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? ആ പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. ആമേൻ. എന്തുകൊണ്ടെന്നറിയാമോ? ഫിലിപ്പോസ്, ഒരു കാര്യം ഫിലിപ്പോസിന് നന്നായിട്ട് അറിയാം. ഞാൻ ഇവിടെ ചെന്ന് കോട്ട ഇടിക്കാനോ പൊളിക്കാനോ നോക്കിയാൽ വെറുതെ ഞാൻ കഴിക്കുന്ന മണ്ടത്തരമാണ്. പക്ഷെ എപ്പോഴാണോ ഈ ശിമയോന്റെ പുറകിൽ നിൽക്കുന്ന ദുരാത്മാവ്, ഈ ദേശത്തിൽ വാഴുന്ന ദുരാത്മാവ്, ആ സ്പിരിറ്റിനെ അഗൻസ്റ്റ് ആയിട്ട് ഞാൻ സ്റ്റെപ്പ് എടുക്കുമ്പോൾ, ആ സ്പിരിറ്റിനെ അഗൻസ്റ്റ് ആയിട്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം ഈ ദേശത്തെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. ഫിലിപ്പോസിന് ഒരു കാര്യം അറിയാം, ഇവിടെ ശക്തിയാലല്ല സൈന്യത്താലേ കാര്യം നടക്കത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങളെ നിങ്ങൾ ബുദ്ധി കൊണ്ട് നോക്കിയാൽ, ചില വ്യക്തികളെ നിങ്ങൾ ഒതുക്കി, ചില വ്യക്തികളെ വേണ്ടാന്ന് വെച്ചു, ചില കാര്യങ്ങളെ ഒഴിവാക്കി, ചില സ്ഥലങ്ങളെ ഒഴിവാക്കി, ചില ജോലികൾ ഒഴിവാക്കി, ചില ഭക്ഷണം ഒഴിവാക്കി, ചില കാര്യങ്ങളെ ഒഴിവാക്കി, ചില സമൂഹത്തെ ഒഴിവാക്കി, ചില ജീവിത ശൈലികളെ ഒഴിവാക്കി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കാണലല്ല, ജഡീകങ്ങളല്ല. എന്നാൽ എന്താണ്? നിങ്ങൾ ഒഴിവാക്കിയ ചിലതിൽ, ആ ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ജയം വരത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, എപ്പോഴാണോ നിങ്ങൾ ഒഴിവാക്കിയ ചിലതിനെ, എന്ത് കാരണം കൊണ്ടാണ് ഒഴിവാക്കിയത്, അതിന്റെ പുറകിൽ നിൽക്കുന്ന ഡിമോണിക് സ്പിരിറ്റിനെ, വെൻ യു ഫൈൻഡ് ഔട്ട് ദാറ്റ് സ്പിരിറ്റ്, ഹല്ലേലൂയ, യു ക്യാൻ ഓവർകം ദാറ്റ് തിങ്സ്. ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പല വിശ്വാസികളുടെയും ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. ഞാനിത് പറയുന്നതിന് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. മനസ്സ് പറയുന്ന ചില കാര്യത്തെ ആത്മാവ് പറയുന്നു എന്ന് തെറ്റായിട്ട് പറയും. അവർക്ക് മനസ്സിൽ തോന്നിയതാ, ഇന്ന സ്ഥലത്ത് പോയേക്കാം, മനസ്സിൽ തോന്നിയതാ. കാരണം അവർക്ക് അത് ഇഷ്ടമാണ്, ആ വ്യക്തിയെ ഇഷ്ടമാണ്, ആ സ്ഥലം ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ ചിന്തിച്ചും ഞാൻ ആ സ്ഥലത്തൊക്കെ പോവുക. അവരുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ട് അവർ പറയും ആത്മാവ് പറഞ്ഞിട്ടാ പോവാ, എന്നിട്ടും എന്താ പ്രശ്നം വന്ന്. ചില കാര്യങ്ങൾ ചെയ്യും.
മനസ്സിൽ തോന്നും, മനസ്സിൽ ആ സ്ഥലം ഇഷ്ടമാണ്, ആ ഒരു കാര്യം ഇഷ്ടമാണ്, അത് മനസ്സുകൊണ്ട് താല്പര്യമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു, ഇന്ന കാര്യം ചെയ്തിട്ട് പിന്നെ നമ്മൾ പറയും അത് കാരണം പെട്ടെന്ന് ഡിസിഷൻ എടുത്തു, ഒരു ഫീലിംഗ് ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ പറയും ആത്മാവ് പറഞ്ഞ്. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിൽ കാര്യങ്ങൾ ചെയ്യുക, മനസ്സുകൊണ്ട് ചെയ്യുന്നതും ആത്മാവ് കൊണ്ട് ചെയ്യുന്നതും നമ്മളുടെ വ്യത്യാസം പറയാം. മനസ്സുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ സ്പിരിറ്റ് കൊണ്ട് കാര്യങ്ങളെ പിടിച്ചടക്കാൻ പറ്റും. അതായത് നിങ്ങൾ ആത്മാവ് മനസ്സുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്തതെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ മുമ്പിൽ തടസ്സം വരുമ്പോൾ നിങ്ങൾ അവിടെ ബോറടിക്കും, തളരും, നിരാശപ്പെടും, പിന്നത്തതിൽ കുറ്റബോധം വരും. എന്നാൽ സ്പിരിറ്റിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ ചലഞ്ചുകൾ വന്നിരിക്കും. പക്ഷെ നിങ്ങളെ അയച്ച ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ആ അടഞ്ഞ വഴിയെ തുറന്നിരിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കുറച്ചുകൂടെ ബോധ്യം വരേണ്ടതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബോധ്യം വരേണ്ടതായതുകൊണ്ട് ഒന്നുകൂടെ പറയാം. മനസ്സുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ, മനസ്സിന്റെ ചിന്ത കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ, നിങ്ങൾ കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങളകത്ത് അത് വേണമായിരുന്നോ, അത് വേണ്ടായിരുന്നോ, അത് വേണ്ടായിരുന്നല്ലേ, ഇത് വേണ്ടായിരുന്നു, മടുത്തു, തളർന്നു, നിങ്ങൾ ഡൗൺ ആവും. പക്ഷേ അത് നിങ്ങളെ അങ്ങ് ഒഴുക്കിക്കളയും, നിങ്ങളുടെ ബലം കെടുത്തി കളയും. പക്ഷെ ആത്മാവിൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെയും പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, വെല്ലുവിളികൾ പോലെ വന്നേക്കാം. പക്ഷേ വെല്ലുവിളിയെ നിങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് തോന്നത്തില്ലെന്ന് മാത്രമല്ല, ആ വെല്ലുവിളിക്ക് നിങ്ങളെ തോൽപ്പിക്കാനോ തടഞ്ഞു നിർത്താനോ പറ്റത്തില്ല. എന്താ കാര്യം എന്നറിയോ? നിങ്ങളെ അയച്ചതാത്മാവാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഈ പ്രതിസന്ധിയെ മറികടക്കും. നിങ്ങളെ ആളുകൾ ഒതുക്കിയോ, നിങ്ങളെ ആളുകൾ കുറ്റം പറഞ്ഞോ, നിങ്ങൾ നിരാശപ്പെടുത്തിയോ, തളർത്തിയോ, ഇതൊക്കെ ആത്മാവ് പറഞ്ഞിട്ടില്ല ഞാനവിടെ ശുശ്രൂഷിക്കാൻ പോയി, ആത്മാവ് പറഞ്ഞിട്ടില്ല ഞാനവിടെ പോയ. പ്രിയപ്പെട്ട ആത്മാവിനാണ് നിങ്ങൾ നടത്തപ്പെട്ടു പോയതെങ്കിൽ ആത്മാവിനാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പം വരുന്ന പ്രതിസന്ധികളെ നിങ്ങൾ മറികടക്കും. കാരണം നിങ്ങൾ പോയത് ബുദ്ധിയിലല്ല, ആത്മാവിൽ ആശ്രയിച്ചെങ്കിൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് ജയമുണ്ട്, അത്ഭുതമുണ്ട്, വിടുതലുണ്ട്, ബ്രേക്ക് ത്രൂ ഉണ്ട്, മിറക്കിൾ ആഫ്റ്റർ മിറക്കിൾ, സയൻസ് ആഫ്റ്റർ സയൻസ്, ഗ്ലോറി ആഫ്റ്റർ ഗ്ലോറി, ഇൻക്രീസ് ആഫ്റ്റർ ഇൻക്രീസ്, ഹല്ലേലൂയ, സ്ട്രെങ്ത് ആഫ്റ്റർ സ്ട്രെങ്ത്, പവർ ആഫ്റ്റർ പവർ, ഫിനാൻസ് ആഫ്റ്റർ ഫിനാൻസ്, വിക്ടറി ആഫ്റ്റർ വിക്ടറി, സക്സസ് ആഫ്റ്റർ സക്സസ്, ഹല്ലേലൂയ, സ്ട്രെങ്ത് ആഫ്റ്റർ സ്ട്രെങ്ത്, ഗ്ലോറി ആഫ്റ്റർ ഗ്ലോറി നിങ്ങളുടെ ലൈഫിനകത്ത് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചലഞ്ചുകളുടെ നടുവിൽ നിങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്രത്തോളം വെല്ലുവിളികളുടെ മുമ്പിൽ കൂടെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ, ഹല്ലേലൂയ, നിങ്ങൾ വെല്ലുവിളിയിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് വെല്ലുവിളിയിലായതുപോലെ തോന്നുന്നത്. നിങ്ങളെ വെല്ലുവിളികളുടെ നടുവിലും കർത്താവിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാൻ പറ്റും. യു ആർ നോട്ട് ഇൻ ചാലഞ്ച്, യു ആർ ഇൻ ക്രൈസ്റ്റ്. സോ ദാറ്റ് ചാലഞ്ച് ഈസ് നോട്ട് എ ചാലഞ്ച് ഫോർ യു, ബിക്കോസ് ഹല്ലേലൂയ, ഹു ഹി ഈസ് ഇൻ യു ഗ്രേറ്റർ ദാൻ ഹു ഹി ഈസ് ഇൻ യു, ഹി ഈസ് ഗ്രേറ്റർ ദാൻ യുവർ ചാലഞ്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം? ഈ ചാലഞ്ച് ഒരു ചാലഞ്ച് അല്ല, ഇതിനെ മറികടക്കുമെന്ന് മാത്രമല്ല, ഇത് എന്റെ ജീവിതത്തിനകത്ത് ഇനിമേൽ എഴുന്നേൽക്കാതെ വേണം അതിനെ ഞാൻ തകർത്ത് തരിപ്പണമാക്കും. ആത്മാവിൽ സ്പിരിറ്റിലും ഹല്ലേലൂയ അതിനെ മറികടക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ, ജഡീകങ്ങൾ, നിങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളെ, വിഷയങ്ങളെ വ്യക്തിപരമായി കാണരുത്, വ്യക്തിയെ കാണരുത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഇഷ്യൂലേക്ക് നോക്കരുത്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ നോക്കരുത്. ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ ഇഷ്യൂസ്, ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ എനിമി, അല്ലെങ്കിൽ ഫിസിക്കൽ എനിമി, നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ട് വന്ന് നിൽക്കുന്ന ആളിലേക്ക് നിങ്ങൾ നോക്കരുത്. പകരമായിട്ട് ആത്മാവിനകത്തേക്ക്, ആത്മാവിൽ ശക്തിയോടെ, അഭിഷേകത്തോടെ, ജീവനോടെ വിളിച്ചു പറഞ്ഞ് ഹല്ലേലൂയ, എന്റെ പ്രതിസന്ധികളെക്കാൾ വലിയൊരു കർത്താവ് എന്റെ അകത്തുണ്ട്. മനസ്സ് നിങ്ങളെ അയച്ചതിനും ആത്മാവ് അയച്ചതിനും തമ്മിൽ വ്യത്യാസം. മനസ്സുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഹല്ലേലൂയ, അല്പം ചെറിയ വിഷു വരുമ്പോൾ നിങ്ങൾ തളരും. ഹല്ലേലൂയ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി, അത് ചിലരോടുള്ള മനസ്സലിവുകൊണ്ട് നിങ്ങൾ അങ്ങ് ചെയ്യുക. അയാളുടെ മനസ്സലിവ് കൊണ്ട് അവരിങ്ങനെ വലിയ പ്രയാസത്തില്ല, അവരെ ഒന്ന് ഇത് ചെയ്തേക്കാം, അവരുടെ കൂടെ നിന്നേക്കാം, അവരെ സപ്പോർട്ട് ചെയ്തേക്കാം, ഇന്ന കാര്യം ചെയ്തേക്കാം. മനസ്സുകൊണ്ട് നിങ്ങൾ സോൾ കൊണ്ട് ഇത് ഡിസിഷൻ എടുക്കും. അവിടെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും അത് എങ്ങനായിരുന്നു, നിങ്ങൾ തിരിച്ചു ചിന്തിക്കും. പക്ഷേ
നിങ്ങൾ ആത്മാവിൽ കാര്യം ചെയ്തെങ്കിൽ എല്ലാ ഇതിലും ഉണ്ടാകുന്ന പോലെ അവിടെയും ചെറിയ 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 എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ വന്നതുപോലെ തോന്നാം. പക്ഷേ നിങ്ങൾ സ്പിരിറ്റിൽ പറയും, നോ വേ, ഞാനതിനെ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ചിലർ എഴുന്നേൽക്കുക. നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവം നിങ്ങൾക്ക് തന്ന തലമുറ, ദൈവം നിങ്ങൾക്ക് തന്ന വിദ്യാഭ്യാസം, ദൈവം നിങ്ങൾക്ക് തന്ന കുടുംബജീവിതം, ദൈവം നിങ്ങൾക്ക് തന്ന വീട്, ദൈവം നിങ്ങൾക്ക് തന്ന ശുശ്രൂഷ, നിങ്ങൾക്ക് ദൈവം തന്ന ദർശനം, അതിനകത്ത് വെല്ലുവിളി അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആത്മാവിന്റെ ദൂതാണ്. പ്രതിസന്ധികൾ കണ്ടതുകൊണ്ട് നിന്റെ വിളി തെറ്റാന്ന് ചിന്തിക്കരുത്. നീ ആത്മാവിൽ നടത്തപ്പെടുന്നതെങ്കിൽ, ആത്മാവിലാണ് നീ ചലിക്കുന്നതെങ്കിൽ, ആരെങ്കിലും നിന്നെ വെല്ലുവിളിച്ചത് കൊണ്ടോ, ആരെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞതുകൊണ്ടോ, ആരെങ്കിലും നിന്നെ ഒതുക്കിയതുകൊണ്ടും, ആരെങ്കിലും നിന്നെ ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ടും, എവിടെങ്കിലും നിനക്കൊരു പ്രയാസം വന്നതുകൊണ്ടോ, ഹല്ലേലൂയ, നിന്നെ വിളിച്ച ദൈവത്തിന് അവൻ അബദ്ധം പറ്റിയിട്ടില്ല. നിനക്ക് ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നറിയാമോ? ദൈവത്തെ കാണേണ്ടതിന് പകരം അവിടെ നീ മനുഷ്യനെ കണ്ടു. പക്ഷെ ഇന്ന് രാത്രി നീ ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്ത് ഉള്ള ആത്മ പകർച്ചയ്ക്ക് ഒരു വളരെ അസാധാരണമായ പ്രത്യേകത കൊണ്ട് ഇപ്പോൾ നിന്റെ മുമ്പിൽ നിനക്ക് വിരോധമായിട്ട് നിൽക്കുന്ന കോട്ടകളെ ഇടിക്കുന്ന ഒരു ശക്തി നിന്റെ ആത്മാവിൽ മറഞ്ഞിരിപ്പുണ്ടാവും. Your spirit is stronger than your flesh. Your spirit is stronger than your flesh. Your spirit is stronger than your enemy. Your spirit is stronger than your need. Your spirit is stronger than your health, than your sickness. Your spirit is stronger than your problem. Hallelujah. എല്ലാം അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ തോൽപ്പിച്ച ഇടത്തേക്ക് തന്നെ തിരിച്ചു പോകും. തോൽപ്പിച്ചടത്തേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോഴാ പിശാച് മനസ്സിലാക്കും, ഇവൻ ആത്മാവില കാര്യം ചെയ്യുന്നത്, ഇവൻ ജഡത്തിലല്ല. എവിടെയാണോ തോറ്റത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. അങ്ങോട്ട് തന്നെ സ്റ്റെപ്പ് എടുക്ക്. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിനക്ക്, ആമേൻ, ഹല്ലേലൂയ, നിന്നെ തകർത്ത വ്യക്തിയില്ലേ, നിന്നെ മുറിപ്പെടുത്തിയ വ്യക്തിയില്ലേ, നിന്നെ തകർത്ത വ്യക്തി ഒന്ന് സ്നേഹിച്ച് അപ്പൊ തന്നെ പിശാചിന് മനസ്സിലാവും, ഇവൻ എന്നെ തിരിച്ചറിഞ്ഞു. ഇതുവരെ ഇവന്റെ പുറകിൽ നിന്ന് ഞാൻ കളിക്കായിരുന്നു, ഇവനെ വട്ട് കളിപ്പിക്കായിരുന്നു, ഇവന്റെ അകത്ത് ഫീലിംഗ് കൊണ്ട് ഇവനെ കൺട്രോൾ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം ഇവൻ സാഹചര്യം തിരിച്ചറിഞ്ഞു. ഇനി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അങ്ങനെ രോഗത്തിന്റെ പുറകിലെ പൈശാചിക ആത്മാവിനെ, പ്രതിസന്ധിയെ തിരിച്ചറിയുന്ന ചിലരോട് കൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവാ. അവരുടെ കൂടെ ഇന്ന് രാത്രി ചലിക്കാൻ പോവാ. അവരുടെ കൂടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അസാധാരണമായ ദൈവപ്രവൃത്തി, അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. കൂടെ നെഞ്ചരിച്ചിൽ പോലെ വന്നിട്ട്, പുകച്ചിൽ പോലെ വന്നിട്ട്, അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തോ തങ്ങി നിൽക്കുന്ന പോലെ, എന്തോ ബോൾ പോലെ തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞിരിക്കുന്ന പോലെ, എന്തോ ഒന്ന് അടഞ്ഞിരിക്കുന്ന പോലത്തെ അവസ്ഥയുള്ള ഒരു വ്യക്തിയെ ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവിന്റെ കരം തൊട്ട് സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ആ വ്യക്തിയുടെ മേൽ രാത്രി സംഭവിക്കുന്നു. ആമേൻ. അസിഡിറ്റി അത് വന്നിട്ട് തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്ന പോലത്തെ അവസ്ഥ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം അതിനകത്ത് വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് പവർ അവിടെ മൂവ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നത് ഞങ്ങളുടെ ഹല്ലേലൂയ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അവയാൽ. ആമേൻ. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, അവയാൽ ഞങ്ങൾ ഹല്ലേലൂയ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. രണ്ട് കാര്യമാണ് സങ്കല്പങ്ങൾ. ഹല്ലേലൂയ. സങ്കല്പങ്ങൾ. ആമേൻ. സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന സങ്കല്പങ്ങൾ ഒത്തിരി സങ്കല്പങ്ങളുണ്ടല്ലേ. ഈ വിഷയമായിരിക്കാം, ആ വിഷയമായിരിക്കാം, ഇതുകൊണ്ടായിരിക്കാം, അതായിരിക്കാം, ഇവരായിരിക്കാം, അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. രണ്ടുപേരും അവിടെ ഒന്ന് സംസാരിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ പറയും അവരെന്റെ കുറ്റമാണ് പറഞ്ഞു. നമ്മളല്ല, അവിശ്വാസമുള്ളവർ പറയും അവരെന്റെ കുറ്റമാണ് പറഞ്ഞു. ഇനി അവരായിട്ട് ഞാൻ മിണ്ടത്തില്ല, എനിക്ക് പാര വെച്ചെന്ന് തോന്നുന്നു. അവർ ഇന്നലെ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ, ഇന്ന് വന്നപ്പം ഇവർ ചിരിക്കാതിരിക്കാൻ അവർ ചെന്ന് കുറ്റം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതായിരിക്കും. ഇന്ന് രാത്രി നിന്റെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, അവർ നിന്നെക്കുറിച്ച് പറഞ്ഞാലും ഇവർ നിന്നെക്കുറിച്ച് പറഞ്ഞാലും അവൻ നിനക്ക് അഭയമായിട്ട്, നിനക്ക് വേണ്ടി കർത്താവ് നിൽപ്പുണ്ട്. നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ആരെല്ലാം നിനക്ക് വിരോധമായിട്ട് എഴുന്നേറ്റാലും അതൊന്നും നിനക്ക് നേരെ ഏൽക്കത്തില്ല.
നടക്കത്തില്ല. സങ്കല്പങ്ങളെ ഇടിച്ചു കളഞ്ഞിട്ട് സങ്കല്പം കൊണ്ട് സങ്കല്പം കൊണ്ട് എന്താണ് നടക്കുന്നത്? പലപ്പോഴും സങ്കല്പങ്ങളാണ് നിങ്ങളുടെ അകത്ത് ഹല്ലേലൂയ നോണയുടെ കോട്ട കെട്ടുന്നത്. സങ്കല്പം നിന്റെ അകത്ത് വരുമ്പോൾ, സങ്കല്പം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, സങ്കല്പം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, സങ്കല്പം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നീ പ്രയോജനപ്പെടേണ്ട സ്ഥലത്ത് നിന്നെ പ്രയോജനപ്പെടുത്താതാക്കി കളയും. നീ ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്നെ ഒതുക്കിക്കളയും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറ, സങ്കല്പങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ താലോലിക്കത്തില്ല. ഇത് ഇന്ന രോഗമായിരിക്കും, അത് അന്ന രോഗമായിരിക്കും, ആ ഭയം ഞാൻ താലോലിക്കത്തില്ല. എന്റെ പാരമ്പര്യ ശാപം കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും എന്നോട് വെറുപ്പ്, അത് ആ സങ്കല്പത്തെ ഞാൻ താലോലിക്കത്തില്ല. ഈ പ്രോബ്ലം കൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ കുഞ്ഞുങ്ങൾ നന്നാകാത്തത്, സങ്കല്പത്തെ ഞാൻ താലോലിക്കത്തില്ല. എന്റെ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥത വരാത്തത് ഈ പ്രശ്നം കൊണ്ടാണെന്ന്, സങ്കല്പങ്ങളെ ഞാൻ താലോലിക്കത്തില്ല. എന്റെ കുടുംബജീവിതത്തിനകത്ത് വേണ്ട പോലെ സക്സസ് ആകാത്തതിന് കാരണം അതെന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു, സങ്കല്പങ്ങളെ ഞാൻ താലോലിക്കത്തില്ല. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സങ്കല്പങ്ങളെ പിടിച്ചടക്കുക. Oh my God, യേശുവിന്റെ നാമത്തിൽ I feel the powerful presence of Holy Spirit. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും ചില സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കും. എത്ര പേര് ആക്റ്റീവായിട്ട് ഇന്നിരിക്കുന്നു, എത്ര പേര് വിശ്വാസത്തോടുകൂടി ആയിരിക്കും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ അസാധാരണമായ പ്രവൃത്തി, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി, കർത്താവിന്റെ അസാധാരണമായ പ്രവൃത്തി ഇന്ന് ചിലരുടെ ജീവിതത്തിനകത്ത്. യെസ്, ഹല്ലേലൂയ, Holy Spirit, thank you Lord, thank you Lord, thank you Lord, thank you Jesus, thank you Jesus, thank you Jesus. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചിലരുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ, ഇവിടെ നിങ്ങൾ കൂടിയിരിക്കുന്ന ഈ നിമിഷം ഇങ്ങനെ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹല്ലേലൂയ ചില സങ്കല്പങ്ങളുടെ കോട്ടകളെ പൊളിക്കുക. പിശാചിന്റെ എല്ലാ സങ്കല്പങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങളെ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറ, ഈ സങ്കല്പങ്ങളെ കൊണ്ട് ഞാൻ നടക്കത്തില്ല. സങ്കല്പം എനിക്കുള്ളതല്ല, സങ്കല്പത്തിൽ കിടക്കാനുള്ളവനല്ല ഞാൻ. പ്രോമിസിനകത്ത് ദൈവത്തിന്റെ വചനം എന്നോട് എന്ത് പറയുന്നു അതിനകത്ത് നിൽക്കാനുള്ളവനാണ്. ഈ സങ്കല്പങ്ങളിൽ ഞാൻ വാഴത്തില്ല, സങ്കല്പങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, സങ്കല്പങ്ങൾ എൻ്റെ മേൽ നിയന്ത്രണം ചെലുത്താൻ അനുവദിക്കത്തില്ല. സങ്കല്പങ്ങൾക്ക് എൻ്റെ മേൽ അധികാരമില്ല, സങ്കല്പങ്ങൾക്ക് എൻ്റെ മേൽ അധികാരമില്ല, സങ്കല്പങ്ങൾക്ക് എൻ്റെ മേൽ അധികാരമില്ല, സങ്കല്പങ്ങൾക്ക് എൻ്റെ മേൽ അധികാരമില്ല, സങ്കല്പങ്ങൾക്ക് എൻ്റെ മേൽ അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിയിട്ട് അവിടെല്ലാം വചനത്തെ കയറ്റി ഉറപ്പിക്കുക. ആരെല്ലാം എനിക്കെതിരെ വന്നാലും, ഈ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം സിംറ്റം എൻ്റെ ബോഡിയിലുണ്ടെങ്കിലും, എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ഫിനാൻസിലുണ്ടെങ്കിലും, എന്തെല്ലാം കാര്യങ്ങൾ ഇത് സാമ്പത്തികമായിട്ട് വിഷയം വരുമ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ, സാമ്പത്തികമായിട്ട് വിഷയത്തിന് ചില കാരണങ്ങൾ നമ്മൾ സങ്കല്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് പൊട്ടി മാറട്ടെ. അടുത്തൊരു കാര്യം പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമാണ്. ദൈവത്തിന്റെ പരിജ്ഞാനം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പരിജ്ഞാനം എന്ന് കേൾക്കുന്നിടത്തെല്ലാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പരിജ്ഞാനം എന്ന വാക്ക് എവിടെല്ലാം പറയുന്നു അതിനോട് ചേർന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ക്രൈസ്റ്റ്. ഹല്ലേലൂയ, പരിജ്ഞാനം. wherever you read the word wisdom, everywhere you can see an addition that is Christ. ഒരു അഡീഷൻ, വിസ്ഡത്തിന്റെ കൂടെ ഒരു അഡീഷൻ കാണും, ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ക്രൈസ്റ്റ് എന്ന അഡീഷൻ അവിടെ കാണാം. എന്താണെന്നറിയോ? വിസ്ഡം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, വിസ്ഡം, ജ്ഞാനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അറിവെന്ന് പറയുന്നത് ഹല്ലേലൂയ കോമൺ ആണ്. വിസ്ഡം ഈസ് യുണീക്ക്. അത് വരുന്ന ദിവസങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ മേലൊരു വിളി കിടപ്പുണ്ട്. ആ വിളിയിൽ നിന്ന് നിങ്ങളെ ഒതുക്കുക എന്നതിനു വേണ്ടി പിശാച് നിങ്ങളുടെ ജീവിതത്തിന് ഉള്ളിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന സകല രഹസ്യ അജണ്ടകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജീവന്റെ അധിപതിയായ യേശുവിന്റെ നാമത്തിൽ ആ കോട്ടകൾ പൊട്ടുന്നു. നിങ്ങൾ തോറ്റ് മാറിയിടത്ത്, നിങ്ങളെ ആരും തോൽപ്പിച്ചതല്ല കേട്ടോ, നിങ്ങൾ തോറ്റ് പിന്മാറിയിടത്ത്. nobody can defeat you. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചില സ്ഥലത്ത് തോറ്റു, നിങ്ങൾ തോൽവിയെ സമ്മതിച്ചു. ഇന്ന് രാത്രി പറയണം, ഞാൻ തോൽവി സമ്മതിച്ചിടത്ത് തന്നെ ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ഞാൻ തോറ്റിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ തോറ്റിട്ടില്ല.
ആമേൻ. എൻ്റെ ശുശ്രൂഷ ഞാൻ തോറ്റിട്ടില്ല, എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ തോറ്റിട്ടില്ല, എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ തോറ്റിട്ടില്ല, എൻ്റെ ജോലിയിൽ ഞാൻ തോറ്റിട്ടില്ല, എൻ്റെ ബിസിനസ് ഞാൻ തോറ്റിട്ടില്ല. ഞാൻ തോറ്റെന്ന് തോന്നുന്ന അതേ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ച് സ്റ്റെപ്പ് എടുക്കാം. ഈ ദിവസങ്ങൾ ഞാൻ പറയട്ടെ, വലിയ റെവലേഷനിലേക്കല്ല ആത്മാവ് നടത്തുന്നത്, ചില ആത്മാവിന്റെ വെളിപ്പാടുകളിലേക്ക് നടത്തുമെന്ന് എത്ര പേര് ഇതുകൊണ്ട് ചേർന്ന് പറയാൻ റെഡിയുണ്ട്. ഇന്ന് എത്ര പേര് ഇതുകൊണ്ട് ചേർന്ന് പറയാൻ റെഡിയുണ്ട്. ഞാൻ തോറ്റ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോവുക, ഞാൻ ഗിവപ്പ് ചെയ്ത സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോവുക, ഞാൻ മതിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോവുക. രണ്ട് അടയാളങ്ങൾ ഞാൻ എടുത്ത് അങ്ങോട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ആമേൻ. മോശ പറഞ്ഞു, ഇനി ഞാൻ തിരിച്ചില്ല, ഇനി ഞാൻ തിരിച്ച് മിസ്രൈമിലേക്കില്ല. ആമേൻ. എൻ്റെ ദൈവം പറഞ്ഞു, നീ പോണം. നീ തോറ്റെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീ തിരിച്ചു പോകണം. നീ തോറ്റെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീ തിരിച്ചു പോകണം. പത്രോസെ, നീ രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒന്നും കിട്ടിയില്ലല്ലേ? ആമേൻ. പത്രോസിനോട് കർത്താവ് പറയുക, നീ ഒരു മീൻ പോലും കിട്ടാതെ മടുത്തു പോയിടത്തേക്ക് തിരിച്ചു പോകും, ആ ആഴത്തിലേക്ക് തിരിച്ചു പോകും, അവിടെ തന്നെ ചെന്ന് വലവിട്. അവിടെ തന്നെ ഇന്ന് രാത്രി കർത്താവ് ചിലരോട് പറയുകയാണ്, നീ മടുത്തിടത്തേക്ക് തന്നെ കർത്താവ് നിന്നെ റിസ്റ്റോർ ചെയ്യുക. നീ എവിടെ തോറ്റുപോയോ, നീ കുടുംബജീവിതത്തിൽ ഒരു പരാജയമായോ, നിന്റെ കുടുംബജീവിതം ലോക രാജ്യങ്ങൾക്ക് ഒരു സാക്ഷ്യമായിട്ട് മാറാൻ പോവാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീ ശുശ്രൂഷയിൽ ഒരു പരാജയമായിട്ട് മാറി, നിന്റെ മിനിസ്ട്രി ലോക രാജ്യങ്ങൾക്ക് ഒരു അടയാളമായിട്ട് മാറാൻ പോവാ. നീ ഹല്ലേലൂയ നിന്റെ വിദ്യാഭ്യാസം ഒരു പരാജയമായിട്ട് മാറിയോ, നീ ആ മേഖലയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ബിസിനസ്സിൽ നീ ഒരു പരാജയമായോ, അവിടെ തന്നെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറാൻ പോകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പ്രൊഫറ്റിക്കലി പറയുന്നു, നീ തോറ്റെടുത്ത് നിന്റെ കഴിവുകളിൽ, ഒരുപക്ഷെ ഏതെങ്കിലും കായിക മേഖലകളിലായിരിക്കാം, ഒരുപക്ഷെ ഒരു ബിസിനസ്സിനകത്തായിരിക്കാം, എവിടെയാണോ നീ പുറകോട്ട് മാറിയത്, ഒരുപക്ഷെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് എന്തെങ്കിലും മേഖലയിലായിരിക്കാം. പക്ഷെ ആ മേഖലയിൽ കർത്താവ് റിസ്റ്റോറേഷൻ, ഇന്ന് വരെ കഴിഞ്ഞ സീസന്റെ അതിനെ മറക്കമാറാക്കുന്ന ഒരു അടുത്ത സീസൺ ആരംഭിക്കുകയാണ്. ആമേൻ. ഇൻ ദ ഗ്ലോറിയസ് സീസൺ, അസാധാരണ ഒരു പുതിയ സീസൺ ആരംഭിക്കാം. നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കാം. നീ നിൽക്കുന്ന ഫീൽഡിൽ നീ ആയിരിക്കും സൂപ്പർ ഹീറോ. നീ ആയിരിക്കുന്ന ഫീൽഡിൽ യു വിൽ ബി ദ സൂപ്പർ ഹീറോ ഇൻ യുവർ ഫീൽഡ്. നീ എവിടെയാണോ, ശുശ്രൂഷയിലാണോ, ഹല്ലേലൂയ, ആമേൻ, പഠനത്തിലാണോ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒരു കായിക രംഗത്താണോ, കലാരംഗത്താണോ, ബിസിനസ്സിലാണോ, ജോലിയിലാണോ, ആമേൻ, എവിടെയാണോ, wherever you are, you will be the super hero over your field. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അതിനായിട്ടുണ്ട്. ആമേൻ. ആ സാധാരണ ഒരു ആത്മപകർച്ച, നീ ചെയ്യുന്ന ഒരു കാര്യവും ഹല്ലേലൂയ അത് പൊത്തുപൊരുത്തത്തിന് നിലയിലായിരിക്കത്തില്ല. ഇറ്റ് വിൽ ബി ബെസ്റ്റ് ആൻഡ് നമ്പർ 1. വൈ? ഹല്ലേലൂയ. ആമേൻ. അതിനുവേണ്ടി ചെയ്യേണ്ട ഒറ്റ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഉള്ളിൽ എഴുന്നേൽക്കുന്ന ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് ഒരു പോകുന്ന എല്ലാ ഉയർച്ചകളെ, ഹല്ലേലൂയ, when you evaluate yourself in Christ, then you can overcome all your problems. നിങ്ങളെ ഒന്ന് മറന്നേ, നിങ്ങളുടെ അകത്തുള്ള നിങ്ങളെ ഒന്ന് മറന്നിട്ട് ക്രിസ്തുവിനെ നിങ്ങളൊന്ന് കണ്ടേ. രാത്രിയിൽ അസാധാരണമായ നീ തോറ്റെടുത്ത്, നീ വീണെടുത്ത്, നീ നശിച്ചു പോയെടുത്ത്, നീ തകർന്നു പോയെടുത്ത്, അതേ പ്ലേസ് കം ബാക്ക് ടു ദാറ്റ് പൊസിഷൻ, കം ബാക്ക് ടു ദാറ്റ് പ്ലേസ് വേർ യു ഫെയിൽഡ്, വേർ യു ബിക്കം സീറോ. അവിടേക്ക് തിരിച്ചു വാ, അവിടേക്ക് തന്നെ തിരിച്ചു വാ. ആമേൻ. ഹല്ലേലൂയ. അവിടേക്ക് തന്നെ തിരിച്ചു വാ. ആമേൻ. അവിടേക്ക് തന്നെ തിരിച്ചു വാ. യേശുവിന്റെ നാമത്തിൽ 2 വിധത്തിലെ കാര്യങ്ങളാണ് കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 കാര്യങ്ങളാണ് പറയാനായി. ഒന്ന്, ഹല്ലേലൂയ, ആമേൻ, നീ തോറ്റയിടത്തേക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടുവരും. രണ്ടാമത്തെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഹല്ലേലൂയ, മോശയും യോസഫിനെ കണക്ട് ചെയ്ത് പറയാം. ഒന്ന്, ഹല്ലേലൂയ, മോശെ നിന്നെ പറഞ്ഞോടിച്ചു വിട്ടില്ലേ, നിന്നെ പേടിച്ചോടിയില്ലേ, അവിടെ തന്നെ മോശ തിരിച്ചു വന്നു. അവിടേക്ക് തന്നെ മോശ തിരിച്ചു വന്നു. പേടിച്ചോണ്ടല്ല കേട്ടോ. പിന്നെ മോശ വന്നപ്പോൾ നാട്ടുകാർ പേടിക്കാൻ തുടങ്ങി. മോശ തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ അധികാരി പോലും ഭയപ്പെടത്തക്ക, ഞാൻ പറയാം, നീ ഏത് ഫറവോനെയാണോ പേടിച്ചൂടി, ആ ഫറവോ നിന്നെ ഭയപ്പെടത്തക്കോണം കർത്താവ് നിന്നെ ഈ ദിവസങ്ങളിൽ പുതിയ സൃഷ്ടിയാക്കുക. ഒന്ന്, നീ ആരെ ഭയപ്പെട്ടോ അവര് തന്നെ നിന്നെ ഭയപ്പെടത്തക്കോണം നിന്നെ മാറ്റും. ഒന്ന്, യോസഫിനെ നോക്കിക്കേ, ഏത് സഹോദരന്മാരാണ് വെറുത്തത് അവർ തന്നെ ഇവനെ തേടി വരിക. ഈ 2 ദൂത് ഇന്ന് രാത്രി പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ ശക്തമായ പ്രേരണയുണ്ട്.
ഒന്ന്, നീ തോറ്റെടുത്ത് തന്നെ നീ മടങ്ങിപ്പോകും. രണ്ട്, നിന്നെ തോൽപ്പിച്ചവർ തന്നെ ഹല്ലേലൂയ നിന്നെ തേടി ഓടി വരും. നിന്നെ ഒറ്റപ്പെടുത്തിയവർ, നിന്നെ തള്ളിക്കളഞ്ഞവർ തന്നെ നിന്നെ തേടി, നിന്നെ തള്ളിക്കളഞ്ഞവർ, നിന്നെ ഉപേക്ഷിച്ചവർ തന്നെ തിരിച്ചു വരും. ഒറ്റ കാര്യം നീ ചെയ്താൽ മതി. ഹല്ലേലൂയ, നിന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡീകമാകരുത്. വാക്കുകൊണ്ട് നീ ഫൈറ്റ് ചെയ്യരുത്. നെഗറ്റീവായിട്ട് വാക്ക് പറയരുത്. ഹല്ലേലൂയ, ശാപത്തിന്റെ വാക്ക് പറയരുത്. കയ്പും വെറുപ്പും വിദ്വേഷവും നിന്റെ അകത്ത് സൂക്ഷിക്കരുത്. അൺഫോർഗിവ്നെസ് അകത്ത് സൂക്ഷിക്കരുത്. പ്രൈഡ് അകത്ത് സൂക്ഷിക്കരുത്. ഹല്ലേലൂയ, ഒറ്റ കാര്യം തീരുമാനിക്കുക. I am, hallelujah, here for a purpose, for a plan. Hallelujah, I will fulfill that. ഞാൻ അതിനെ നിവർത്തിക്കും. കാരണം എൻ്റെ കർത്താവിൻ്റെ കൂടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് നിങ്ങളുടെ മൈൻഡിനകത്തുള്ള എല്ലാ പ്രോബ്ലത്തെയും ബിഗസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഈസ് യുവർ മൈൻഡ്. യേശുവിന്റെ നാമത്തിലെ മൈൻഡിനകത്ത് എല്ലാ നെഗറ്റീവ് ചിന്തകളെയും പിടിച്ചടക്കുക. യേശുവിന്റെ നാമത്തിൽ രാത്രിയിൽ അഭിഷേകത്തോടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, എവ്രിബഡി യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട പോലെ ഞങ്ങൾ എവിടെ തോറ്റോ അവിടേക്ക് തന്നെ മടങ്ങിയ ഒരു യാത്ര. എവിടെ ആളുകളുടെ മേൽ, ഏത് മേഖലയിലാണോ ഞങ്ങൾ ആളുകളുടെ മേൽ പരിഹാസമായത് അവിടെ തന്നെ ഞങ്ങളെ മാനിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി കർത്താവേ. ആരാണോ ഞങ്ങളെ വെറുത്ത് വിട്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയത് അവര് ഞങ്ങളെ തേടി വരുന്നു. ഈ രണ്ട് ദൂതിന്ന് രാത്രി പറഞ്ഞെങ്കിൽ ഈ ജനത്തിന്റെ മേൽ ഞാൻ റിലീസ് ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രി ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ മേൽ ഈ പ്രൊഫറ്റിക്കൽ വേർഡ് റിലീസ് ചെയ്യുന്നു. അവർ തോറ്റടത്ത് തന്നെ അവർ മടങ്ങി വരട്ടെ. അവർ തോറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ, അവരെ ഉറപ്പിക്കുന്നത് പോലെ ചില അസാധാരണ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ തന്നെ സംഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമഹത്തോടെ വെളിപ്പെട്ട് നിൽക്കുന്നതിനായിട്ട് നന്ദി. ഞങ്ങളുടെ ജീവൻ അവിടെ ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അവരെ വിട്ടുപോയവർ, അവരെ പരിഹസിച്ചവർ, അവരെ കുറ്റം പറഞ്ഞവർ, അവരെ തേടി വരത്തക്കവണ്ണം അവരെ പൊസിഷൻ ചെയ്യാൻ പോകുന്നതിനായിട്ട് നന്ദി. ഹല്ലേലൂയ. അവരെ ആ നിലയിൽ പൊസിഷൻ ചെയ്യാൻ പോകുന്നതിനായിട്ട് നന്ദി. അവർക്ക് ഇവരുടെ അടുത്ത് വന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് യോസഫിന്റെ സഹോദരങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുപോലെ അവരെ മാറ്റിയെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ആരാലൊക്കെ കൈവിടപ്പെട്ടവരെന്നെ കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. അതേ കർത്താവ് അവര് ആരുപേക്ഷിച്ചോ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് വ്യക്തിയായിട്ട് ഈ വ്യക്തിയെ മാറ്റി. കർത്താവിനെ മാനിക്കുന്നതിനായിട്ട് നന്ദി. സ്വർഗം അതുപോലെ ഇറങ്ങി നിൽക്കുന്നതിനായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിനും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.